തയ്യാറുണ്ടോ? ഞങ്ങളുടെ കയ്യിലുള്ളതും ജാലിയ വാല എന്ന് പറയുന്ന നിങ്ങൾക്ക് മുടി നൽകിയ ആളുടെ കയ്യിൽ നിന്നുകൊണ്ട് ലഭ്യമായതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശോധനക്ക് തയ്യാറുണ്ടോ? തിരുകേശത്തിൽ ഈച്ച, ഉറുമ്പ്, പേൻ തുടങ്ങിയ ജീവികൾ കയറുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ശരീരത്തിന്റെ ഭാഗമായ തിരുകേശത്തിന് നിരവധി സവിശേഷതകൾ ഉണ്ട്. അമ്പിയാക്കളുടെ ശരീരം ഇഹപരലോകങ്ങളിൽ അഗ്നിക്കിരയാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പ്രകാശമായതിനാൽ അതിന്റെ ഒരു ഭാഗത്ത് മാത്രം പ്രകാശം പതിയുന്ന കാരണത്താൽ മറുഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന നിഴൽ എന്ന ഇരുട്ട് ഉണ്ടാവുകയില്ല. എല്ലാ ഭാഗവും പ്രകാശിക്കുന്ന വസ്തുക്കൾക്കും 4 ഭാഗത്തു നിന്നും പ്രകാശം പതിക്കുന്ന വസ്തുക്കൾക്കും നിഴലില്ലാത്ത പ്രകാശമാണിത്. തിരുകേശത്തിൽ ഈച്ച, ഉറുമ്പ്, പേൻ തുടങ്ങിയ ജീവികൾ കയറുകയില്ല. അപ്രകാരം തന്നെ തിരുകേശം അഗ്നിക്കിരയാവുകയോ അതിൽ നിഴൽ തെളിയിക്കുകയോ അതിൽ ഈച്ച, ഉറുമ്പ് മുതലായവ പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. സീറത്തുൽ ഹലബിയ വാള്യം 3 പേജ് 381 വായിക്കുന്നത് തിരുകേശം മഹത്വം വർത്തമാനം എന്ന ഇയാസുന്ന പബ്ലിക്കേഷൻ മർക്കസ് ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയതായ പുസ്തകത്തിൽ നിന്നാണ്. ഞങ്ങൾ തയ്യാറാണ് ജാലിയ വാലയിൽ നിന്നുകൊണ്ട് കിട്ടിയ മുടിയെടുത്തുകൊണ്ട് അതിൽ നിഴലുണ്ടോ എന്ന് പരിശോധിക്കാൻ, അതിൽ ഈച്ച കയറുമോ എന്ന് പരിശോധിക്കാൻ, അതിൽ ഉറുമ്പരിക്കുമോ എന്ന് പരിശോധിക്കാൻ, അതിൽ പേനരിക്കുമോ എന്ന് പരിശോധിക്കാൻ, അത് അഗ്നി ഗ്രസിക്കുമോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാ. കാന്തപുരവും തന്റെ കയ്യിലുള്ള ശിങ്കടികളും ആ മുടി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും തയ്യാറാണോ? ഞങ്ങൾക്ക് അതാ ചോദിക്കാനുള്ളത്. എല്ലാ പരീക്ഷണവും നടത്തുക. അതിനു വേണ്ടി തന്നെയാ ഞങ്ങൾ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ പറയാത്ത പല പരീക്ഷണങ്ങളും ഞങ്ങൾ അത് വ്യാജമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ അതിൽ നടത്തും. അതിനിവിടെ വന്നുകൊണ്ട് നൊലോച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല.